വളരെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തോളം കേരളത്തിലെ കോൺഗ്രസിനെ സുദീർഘമായി മുന്നോട്ട് നയിച്ച ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ സുധാകരൻ, അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വിജയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും സമര മുന്നേറ്റങ്ങളെയും കുറിച്ചൊക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ ധീരമായി കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞ 4 വർഷക്കാലം മുന്നോട്ട് നയിക്കാൻ, കോൺഗ്രസ് പ്രവർത്തകരെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ടുള്ള ശക്തമായ അദ്ദേഹം നൽകിയ സംഭാവനകളെ അങ്ങേയറ്റം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദേശീയ നേതൃത്വം തന്നെ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിന് ഏറ്റവും ശക്തമായ പോരാളിയെപ്പോലെ നേതൃത്വം കൊടുത്ത നേതാവ് എന്ന നിലയിൽ സുധാകരന്റെ പ്രവർത്തനങ്ങളെ പാർട്ടി എല്ലാ കാലത്തും അനുസ്മരിക്കുമെന്നുള്ളതാണ് നമുക്കിവിടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവ് എന്ന പദവി നൽകാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു. സണ്ണി ജോസഫ് മുഖവരകൾ ആവശ്യമില്ലാത്ത നേതാവാണ്. എനിക്കറിയാം, വളരെ കൊച്ചുനാളിലെ പയ്യന്നൂർ കോളേജിലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുന്ന കാലം തൊട്ട് എനിക്കറിയാവുന്ന നേതാവാണ് ശ്രീ സണ്ണി ജോസഫ്. സൗമ്യൻ, മൃദു സമീപനക്കാരൻ, പക്ഷെ ആശയങ്ങളിലും നിലപാടുകളിലും അടിയുറച്ചു നിൽക്കുന്ന ധീരനായ പോരാളി. ഇതാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. പേരാവൂരിൽ നിന്നും 3 തവണ തുടർച്ചയായി എല്ലാ വെല്ലുവിളിയെയും അതിജീവിച്ചുകൊണ്ട് ജയിക്കുക മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കാൻ ഏറ്റവും വിലപ്പെട്ട സംഭാവന നൽകിയ ഒരു ധീരനായ നേതാവിനെയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തിരിക്കുന്ന സണ്ണി ആ ചുമതല ഭംഗിയായി നിർവഹിക്കുമെന്നുള്ള കാര്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് നമുക്കെല്ലാവർക്കും.